എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി എന്നിങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഡിഗ്രി പ്രവേശനത്തിന് അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളിൽ അപേക്ഷയിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ, അതായത് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനോ ഉള്ള വിദ്യാർത്ഥികൾ അപേക്ഷാ ഡേറ്റിന് മുൻപായിട്ട് അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് അതിനായിട്ട് ഫീസ് നൽകേണ്ടതായിട്ട് വിദ്യാർത്ഥികൾക്ക് വരുന്നതായിരിക്കും. അതായത് ചില യൂണിവേഴ്സിറ്റികൾ ഈ ഒരു അപേക്ഷയുടെ അവസാന ഡേറ്റ് വരെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സൗജന്യമായിട്ട്, അതായത് പൈസ നൽകാതെ, അതായത് ഫീസ് നൽകാതെ തന്നെ നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് അവസരം നൽകിയിട്ടുണ്ട്. അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നിങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾ വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾ അപേക്ഷ നൽകിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ, അതായത് ട്രയൽ അലോട്ട്മെൻറ്റിന് മുൻപ് തന്നെ, അതായത് ഈ ഒരു അപേക്ഷയുടെ അവസാന തീയതിക്ക് മുൻപ് തന്നെ അപേക്ഷയിൽ വന്നിട്ടുള്ള തെറ്റുകൾ തിരുത്തുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് അവസരം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസിൽ ചേഞ്ചോ അല്ലെങ്കിൽ ഏതൊരു വിവരങ്ങൾ തിരുത്തുന്നതിനും വിദ്യാർത്ഥികൾക്ക് അവസരം നൽകിയിട്ടുണ്ട്. അപ്പോൾ പല വിദ്യാർത്ഥികളും ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷമല്ലേ എഡിറ്റ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1-ാം തീയതി ജൂൺ 2024 5 മണി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 3-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക. അതുവരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു മെയ് 31-ാം തീയതിയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 7-ാം തീയതി, അതായത് 6-ാം തീയതി വരെയും, അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയുടേത് ജൂൺ 7-ാം തീയതി വരെയും വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു 1-ാം തീയതി, ജൂൺ 1-ാം തീയതി വരെ അതിനുള്ള അവസരം നൽകിയിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ അതിനായിട്ട് ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ഓർ അൺലോക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക്, അതായത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളോട് ഒരു സെക്യൂരിറ്റി കോഡ് ചോദിക്കും. അത് നിങ്ങൾ ആദ്യം ലോഗിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച അതേ പാസ്വേഡ് തന്നെയാണ്. അപ്പോൾ അത് പാസ്വേഡല്ല, അതായത് ആ ഒരു പാസ്വേഡ് തന്നെയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുക്കുക. പാസ്വേഡ്, അതായത് ആ ഒരു കോഡ് നൽകിയ ശേഷം നിങ്ങൾക്ക് അവിടെ ആ ഒരു പേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കൊടുക്കാനുണ്ടാവും. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ അതിൽ കറക്റ്റായിട്ട് ഉണ്ടാവും. അതായത് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, അതായത് റാങ്ക് ഡീറ്റെയിൽസ് അറിയാനുള്ളത്, ഇതുപോലുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നിങ്ങൾ അൺലോക്ക് ഓർ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെക്യൂരിറ്റി കോഡ് ചോദിക്കും, സെക്യൂരിറ്റി കീ ചോദിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ആ ഒരു കീ തന്നെ നൽകുക. അത് നിങ്ങളുടെ ഫോണിലേക്ക് SMS ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും അപേക്ഷ നൽകുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ അത് നൽകിയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എഡിറ്റ് വരുത്തുക. നിങ്ങൾ എന്തൊരു എഡിറ്റ് ചെയ്യുകയാണെങ്കിലും അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ചെയ്യും. അതിനുശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് വരെ, അതായത് അപേക്ഷ എത്ര വരെയാണ് അവസാനിക്കുന്നത് അതുവരെ നിങ്ങൾക്ക് അപേക്ഷയിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. MG യൂണിവേഴ്സിറ്റി അപേക്ഷ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യാനാണ് അവസരം നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഷെഡ്യൂൾ MG യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ക്യാപ് ഷെഡ്യൂൾ, ആ ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷനിൽ ക്യാപ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഷെഡ്യൂൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ എഡിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, അതായത് താല്പര്യമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിലോ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷയുടെ അവസാന ഡേറ്റിനുള്ളിൽ ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നീ വെബ്സൈറ്റുകൾ വഴി, നിങ്ങൾ ഏത് വെബ്സൈറ്റ് വഴിയാണോ അപേക്ഷിച്ചത് ആ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. കാരണം ട്രയൽ അലോട്ട്മെൻറ്റാണ് ഈ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷമാണ് അപേക്ഷ നൽകാനുള്ള, അതായത് അപേക്ഷ എഡിറ്റ് ചെയ്യാനുള്ള അവസരമെന്ന് കരുതി പല വിദ്യാർത്ഥികളും ഇരിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അപേക്ഷയ്ക്ക് മുമ്പ് തന്നെ വിദ്യാർത്ഥികൾക്ക്, അതായത് അപേക്ഷയല്ല, ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പ് തന്നെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുന്നതിനായിട്ട് കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നീ യൂണിവേഴ്സിറ്റികൾ അവസരം നൽകിയിട്ടുണ്ട്. MG യൂണിവേഴ്സിറ്റി മാത്രമാണ് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് അവസരം നൽകിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക.
അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് ഇൻഡെക്സ് സ്കോറുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകളൊക്കെ അതത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകളിൽ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ UG CAP 2023 പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു ഇൻഡെക്സ് മാർക്കാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓരോ കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഇൻഡെക്സ് മാർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഈ ഒരു അതായത് അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് ഡാറ്റാ സയൻസ് എന്നുള്ള ഓപ്ഷനാണ്, ആ ഒരു കോഴ്സാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ വർഷം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള അതായത് ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു കോഴ്സ് ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.